ഡോക്ടർ ജിൻഡോ ജോൺ, CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് സച്ചിദാനന്ദന്റെ വാക്കുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തുടർ ഭരണം വന്നാൽ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ പാവങ്ങൾ എന്നൊരു വാക്കേ ഉണ്ടാവില്ല, ആ തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികളുമായുള്ള സർക്കാരായിരിക്കും വരുന്നത്, അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ളതാണ്. പാവങ്ങൾ എന്ന വാക്ക് തന്നെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും എന്നുള്ളതാണ്. ഇവര് വലിയ തമാശക്കാരായി മാറിക്കൊണ്ടിരിക്കുക. എത്ര എളുപ്പത്തിലാ മനുഷ്യരെ ചിരിപ്പിക്കാൻ പറ്റുക. പണ്ട് MP ഗോവിന്ദൻ പറഞ്ഞ് കേരളത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലാണെന്നാ. ആളുകൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷമൊന്നും ഇല്ലെങ്കിലും ആളുകൾ ചിരിക്കുന്നുണ്ട് നന്നായിട്ട്. വലിയ സങ്കടങ്ങൾക്ക് ഇടയിലും വലിയ ദുരിതങ്ങൾക്കിടയിലും ആളുകളെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് നന്നായിട്ട് പറ്റുന്നുണ്ട്. LDFന്റെ സർക്കാർ ഇനിയും വന്നാൽ അവർ ചെയ്യാൻ പോകുന്നത് പാവങ്ങൾ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് പണക്കാർ എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് സർക്കുലർ ഇറക്കുമായിരിക്കും. കാരണം ഈ തോന്നിവാസം കാണിക്കുന്ന മന്ത്രിമാരെ ബഹുമാനപ്പെട്ട എന്ന് നിർബന്ധമായിട്ടും വിളിക്കണമെന്ന് സർക്കുലർ ഇറക്കിയ പോലെ പണക്കാർ എന്നുള്ള വാക്ക് മാത്രമേ ഇനി ഉപയോഗിക്കാവൂ എന്ന് കേരളത്തിലെ കിങ് ജോങ് ഉന്നിന്റെ ഉത്തരവ് വരുമായിരിക്കും. ഞാൻ അരുൺകുമാറോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ 50 വർഷം കഴിഞ്ഞിട്ടുള്ള കേരളത്തെ സ്വപ്നം കണ്ട് അത് സൃഷ്ടിക്കാൻ വേണ്ടിയാണല്ലോ പണി നടത്തുന്നത്. ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ 50 വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് ഭരിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോ MP ഗോവിന്ദന് ജയ് വിളിക്കാൻ വേണ്ടിയിട്ട് വന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ എവിടെ നിന്ന് വന്ന ആളുകളാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ 10-30 കൊല്ലക്കാലം തുടർച്ചയായിട്ട് ഭരിച്ച നാട്ടിൽ നിന്ന് അവർ ഇവിടേക്ക് വരേണ്ടി വന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന്റെ പ്രശ്നമാണ് ഫാസിസ്റ്റം, അടിമത്തം എന്നൊക്കെ പറഞ്ഞ. നിങ്ങൾ ഒറ്റ നേതാവിന്റെ ചുറ്റിലും ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പുറത്തേക്ക് നോക്കുന്നില്ല, മനുഷ്യരെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ നശിച്ചു പോകണമെന്നല്ല ഞങ്ങളുടെ ആഗ്രഹം, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് വകതിരിവ് കിട്ടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ ഇപ്പൊ പറയുകയാണ് 50 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കേരളത്തെ സൃഷ്ടിക്കാൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ നാട്ടിലെ ചെറുപ്പക്കാരുടെ മുഴുവൻ തലയടിച്ചു പൊട്ടിച്ചുകൊണ്ട് ജാഥ നടത്തിയപ്പോ പറഞ്ഞത് നവകേരള സൃഷ്ടി നടത്താനെന്ന. അങ്ങനെ നിങ്ങൾ സൃഷ്ടി നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റു. 50 കൊല്ലം കഴിഞ്ഞുള്ള കേരളം സൃഷ്ടിക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ ജാഥ നടത്തുന്നത് കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞതൊന്നും സച്ചിദാനന്ദന് മനസ്സിലാകാത്ത എന്താ? സാറാ ജോസഫിന് മനസ്സിലാകാത്ത എന്താ? നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ സഖാക്കന്മാർക്ക് മനസ്സിലാകാത്ത എന്താ? നിങ്ങളുടെ സ്വന്തം സഖാക്കന്മാർക്ക് മനസ്സിലായെങ്കിൽ 60 വർഷമൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ തുടർച്ചയായിട്ട് ജയിച്ചിരുന്ന സീറ്റുകളിലൊക്കെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ നിങ്ങൾ നിരന്തരം തോൽക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സ്വന്തം സഖാക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള വികസനമാണ് നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വികസനത്തിന്റെ പേര് സാധാരണക്കാർക്ക് കൊടുക്കുന്ന വികസനം എന്നല്ല, അത് പൗരപ്രമുഖന്മാരെ തീറ്റിപ്പൊറ്റുന്ന വികസനം എന്നാണ്. സാധാരണക്കാർ ഇവിടെ സങ്കടപ്പെട്ട് കഴിയുന്ന സമയത്താണ് നിങ്ങൾ ഈ വലിയ പ്രചരണങ്ങൾ നടത്തുന്നത്. ഞാനിപ്പോ KSRTC ബസ്സുകളിലെ പരസ്യമൊക്കെ ശ്രദ്ധിക്കുകയാണ്. മാലിന്യ വിമുക്തമായ കേരളത്തിന് ലോകത്തിലെ ആദ്യമായിട്ടുള്ള എന്തോ പദ്ധതി നടപ്പാക്കിയെന്ന് പറയാം. കൊച്ചി നഗരത്തില് നിങ്ങളെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീയിട്ട് 10-23 കിലോമീറ്റർ ആകാശ ദൂരത്തില് ആളുകൾ പുകയും കരിയും ശ്വസിച്ച് ആളുകൾ വലിയ ബുദ്ധിമുട്ടിലായ കാര്യം ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ മാലിന്യ സംസ്കരണത്തിന്റെ മഹത്തായ മാതൃകയെ കുറിച്ച് പറയണ്ട. ആരോഗ്യ രംഗം തകർന്നു, ആശുപത്രിയിൽ ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിക്കുന്നു, മരുന്നില്ല, ശസ്ത്രക്രിയ മുടങ്ങുന്നു, അതുപോലെ തെരുവുനായ കടിക്കുന്നു, കടിച്ചതിന് ശേഷം എടുക്കുന്ന വാക്സിൻ എടുത്താലും ആളുകൾ പേയിളകി മരിക്കുന്നു. ആഭ്യന്തര രംഗം തികഞ്ഞ പരാജയമാണ്. പട്ടാപ്പകൽ മനുഷ്യരെ കത്തി കാണിച്ച് കൂട്ടബലാത്സംഗം ചെയ്യുന്ന നാടായിട്ട് കേരളം മാറുകയാണ്. മയക്കുമരുന്നിന്റെയും ബാക്കി അതുപോലുള്ള തെമ്മാടിത്തരങ്ങളുടെ ഒക്കെ കൂത്തരങ്ങായി മാറുകയാണ്. പണ്ട് ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ ഒരു യുവതി ആക്രമിക്കപ്പെട്ട കേസ് നമ്മളെല്ലാവരും ഒരുപോലെ തള്ളി പറയുന്ന. പക്ഷെ അന്ന് ഭരിച്ച ഷീലാ ദീക്ഷിത്തിനെതിരെ നിങ്ങൾ വലിയ മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഇന്ന് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തില് പട്ടാപ്പകല് ഒരു സ്ഥാപനത്തിൽ കയറി കാപ്പ കേസിലെ പ്രതികൾ കത്തി കാട്ടി കൂട്ടബലാത്സംഗം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ? കാപ്പ കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച മുദ്രാവാക്യം വിളിച്ചത് കേരളത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള വീണ ജോർജാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ? ഏത് മേഖലയെങ്കിലും എടുത്തോ. വിദ്യാഭ്യാസത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത്. 50% സീറ്റുകളിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കുട്ടികളില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. SFIക്കാർ മാർക്ക് കോപ്പി അടിച്ച് ജയിക്കുന്ന സമയം പരീക്ഷ എഴുതാതെ ജയിക്കുന്നു, കട്ടെടുത്ത PhDയിൽ ഡോക്ടറേറ്റ് കിട്ടുന്നു. ഇതൊക്കെ നടക്കുന്നു, ഇതെല്ലാം നടക്കുന്നു. വിദ്യാഭ്യാസ രംഗം തകർന്നു. നിങ്ങൾ PSCക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ജോലി കൊടുത്തു എന്നാണ് നിങ്ങൾ അവകാശപ്പെട്ടത്. അഡ്വൈസ് മെമ്മോ അയക്കുന്ന അല്ല ജോലി കൊടുക്കുന്നത്. നിങ്ങൾ കള്ളം പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്ന് പത്രത്തിലാണ് വന്നത് 1ാം റാങ്കുള്ള കുട്ടികൾക്ക് പോലും നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ജനങ്ങളെ, ചെറുപ്പക്കാരെ, യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ, ആദിവാസികളെ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ മുഴുവൻ ആളുകളെ വഞ്ചിച്ച ഒരു സർക്കാരാണ്. കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുക്കുന്നത്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയ മാസപ്പടി എന്തിനാണെന്ന് പറയാൻ പറ്റാത്തത്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലേക്കും ചകഞ്ഞു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ സൃഷ്ടിക്കുന്ന നവകേരളം എന്ന് പറഞ്ഞാൽ അത്
പിണറായി വിജയന് അടിമവേല ചെയ്യുന്ന, ഫാസിസത്തിന് കൈയടിക്കുന്ന, മിണ്ടാൻ നാവുരിയാടാൻ ശേഷിയില്ലാത്ത ഒരു സംഘം അടിമക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്ന ഫാസിസ്റ്റ് ഭരണമാണ്. അതിന് ഒപ്പം കേരളം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പൊ കാണുന്ന ഓരോ നിമിത്തങ്ങളും, ഓരോ സന്ദേശങ്ങളും. നിങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോൾ ഈ നാട്ടിലെ ആളുകൾ കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞുവെന്നാണ് ശ്രീ അരുൺകുമാർ പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വാദിക്കാനില്ല. കാരണം വെച്ചാൽ ഇവര് ഈ 900 പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലമായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പെൻഷൻകാർക്ക്, ക്ഷേമ പെൻഷൻ അർഹതയുള്ള മനുഷ്യർക്ക് 2500 രൂപ വെച്ച് നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞത് 5 കൊല്ലം മുമ്പാ. നിങ്ങൾക്ക് ഇപ്പോഴും കൊടുക്കാൻ പറ്റിയോ? കൊടുക്കാൻ പറ്റില്ല. ആശാവർക്കർമാർക്ക് ഓണറേറിയം നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രകടനപത്രികയിൽ പറഞ്ഞിരുന്നു 21,000 രൂപയാക്കുമെന്ന്. അതിനുശേഷം നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. ഉച്ചക്കഞ്ഞി വെക്കുന്നവന് പണം കൊടുക്കാനില്ല, ഉച്ചക്കഞ്ഞിക്ക് ഉള്ള പണം കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞാൽ നമ്മൾ മടുത്തു പോകും. കാരുണ്യ ചികിത്സാ പദ്ധതി നിർത്തലാക്കപ്പെട്ടു, കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി നിർത്തലാക്കപ്പെട്ടു, സപ്ലൈകോ തികഞ്ഞ പരാജയമായി. ഇതെല്ലാ മേഖലയിലും ഏതൊക്കെ മേഖലയെടുത്തോ നിങ്ങൾ 10 കാര്യങ്ങൾ എണ്ണി പറയുമ്പോൾ 100 കാര്യങ്ങൾ ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇനി അരുൺകുമാർ പറഞ്ഞ പോലെ 900 കാര്യങ്ങൾ നടപ്പാക്കിയെങ്കിൽ ഈ ജനങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എതിരാവണേ? നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തെ? ജൈവ ബുദ്ധിജീവിയായിട്ടുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമല്ലേ ഇത്? എന്നിട്ട് എന്താ ജനങ്ങളുമായിട്ടുള്ള ജൈവിക ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്? ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു കണക്ക് പറയുമല്ലോ, നിങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടും, നിങ്ങൾ ജയിക്കുമെന്ന്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് തോൽക്കുന്നു? ജനങ്ങളുടെ ഇടയിലുള്ള ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമെന്താ? ആ തെറ്റിദ്ധാരണ ഇപ്പോൾ നീങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഗൃഹസമ്പർക്കത്തിലൂടെ. അതാണ് അരുൺകുമാർ പറഞ്ഞത്. 3ാം പിണറായി വിജയൻ സർക്കാരാണ് കേരളം ആഗ്രഹിക്കുന്നതെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിഷ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോയി കഴിച്ച പാത്രം അവനവൻ കഴിച്ച പാത്രം കഴുകുന്നൊക്കെ നല്ല കാര്യമാണ്. കഴിച്ച പാത്രം കഴുകി വെക്കുന്നതിന്റെ വീഡിയോ ചിത്രീകരിച്ച് പുറത്ത് വിട്ട് PR എക്സസൈസ് നടത്തിയാലൊന്നും, പാത്രം കഴുകിയാലൊന്നും ജനങ്ങളുടെ സങ്കടം മാറില്ല. കഴിഞ്ഞ 9-10 കൊല്ലമായിട്ട് ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന് പരിഹാരം കിട്ടണ്ടേ? ആ പരിഹാരം കിട്ടാതെ ഇവർ നടത്തിയ ഗ്രഹസമ്പർക്കം പരാജയപ്പെട്ടു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾക്ക് കിട്ടുന്ന വിവരം, ഇവരുടെ പാർട്ടിയുടെ തന്നെ അവലോകനം. ഇനി അതിനപ്പുറത്ത് ഇവർക്ക് വലിയ വിജയമാണ് ഉണ്ടായതെങ്കിൽ തെറ്റിദ്ധാരണ മാറ്റപ്പെട്ടുവെന്ന്. എന്തായിരുന്നു ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ? നിങ്ങൾക്കാണ് തെറ്റിദ്ധാരണ. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ പറ്റി എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ജനങ്ങൾക്ക് നല്ല ധാരണയാണ്. എല്ലാം ശരിയാക്കാൻ വന്ന പിണറായി വിജയൻ കേരളത്തെ കട്ടുമുടിച്ച് കൊള്ളയടിച്ച് പാവപ്പെട്ടവരെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതാക്കി എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്ക് വന്നപ്പോ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അത് തിരുത്തപ്പെടാനുള്ള സമയമായിട്ടുണ്ട്. അത് തിരുത്തപ്പെടുമ്പോഴെങ്കിലും നന്നാകുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. തിരിച്ചു വരാം ജിൻഡോ.